അപ്പോൾ ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒട്ടും പ്ലാനിങ്ങും കാര്യമൊന്നും ഇല്ലാതെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ സമയം 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്റ്റാർട്ടിങ് കിട്ടാനും വേണ്ടിയതാ ഇവിടെ തൊട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്ന് കിടക്കാൻ പോകുന്ന ടൈമിൽ ഇതുപോലെ മുഖത്ത് മോയ്സ്ചറൈസറും അതുപോലെ കൈമലും കാൽമലൊക്കെ വാസ്ലിന് ഇട്ട് കൊടുക്കും കേട്ടോ. അത് കൈനൊക്കെ ഒരു സോഫ്റ്റ്നെസ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 2024 കുറിച്ചിട്ടുള്ളൊരു വീഡിയോ, എൻ്റെ ന്യൂ ഇയറിൻ്റെ തലേന്നത്തെ കുറച്ച് പൊട്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടമാവണില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കണ്ടു നോക്കി. ഹായ്, അസ്സാം വലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വർഷം 2025 എല്ലാവർക്കും നല്ല വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഞാൻ വീഡിയോ എടുക്കാനൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. യാദൃശികമായിട്ട് പെട്ടെന്ന് മനസ്സൊക്കെ തോന്നിയതാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താലോ എന്നുള്ളത്. ഇപ്പോൾ സമയം 11:15 ആയിട്ടുണ്ട് കേട്ടോ. 11:15 ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പോലും ഇല്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ മനസ്സൊക്കെ തോന്നിയതാണ്. പിന്നെ ഞാൻ ന്യൂ ഇയറിൻ്റെ തലേന്ന് എന്താണ് ചെയ്യുക, ആ ഒരു ന്യൂ ഇയർ പിന്നെ 12 മണി വരെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യല്ല വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കട്ടെ ഈ ഒരു വീഡിയോ. പിന്നെ നമ്മൾ 2024 കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ പറയാമെന്നും വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ സമയം ഞാൻ പറഞ്ഞില്ല 11 മണി കഴിഞ്ഞിട്ടുണ്ട്, 11:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ കിടന്നോടത്തുനിന്ന് പിന്നെ ഇങ്ങനെ പെട്ടെന്ന് മനസ്സിക്ക് തോന്നിയതാണ് കേട്ടോ ഒരു വീഡിയോ എടുത്താലോ എന്ന് പെട്ടെന്ന് മനസ്സിക്ക് തോന്നിയിട്ട് അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഇതാ മോള് കിടന്നുറങ്ങിയിരിക്കണം കേട്ടോ. ആൾ നല്ല ഉറക്കാണ്. അതാ കുട്ടിയൊക്കെ വെച്ചിട്ട് മോള് ഇതാ കിടന്നുറങ്ങിക്കണേ. മോന് ഉമ്മാൻ്റെ കൂടെയാണ് കേട്ടോ കിടക്കുക, മോളിൻ്റെ കൂടെയാണ് കിടക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കും. അപ്പം എനിക്ക് എന്താണ് ഇങ്ങോട്ട് പറയുക, എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെതായ രീതിയിൽ എങ്ങനെയാണ് പറയാം. പിന്നെ എല്ലാവർക്കും പുതിയ വർഷം എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമുള്ള കാര്യമായിക്കാരല്ലേ. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പുതിയ വർഷം വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ന്യൂ ഇയർ ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. അതിന് 2-3 ദിവസം മുന്നേ തുടങ്ങും. പഠിച്ചോനെ ഈ വർഷം കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ഭയങ്കര ഒരു ടെൻഷനാണ്. എന്താ പറയുക, പള്ളൻ്റെ അടി കൂടി ഇങ്ങനെ ഒരു കാളലേക്കാരം. അത് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ഒക്കെ ആകുമ്പോൾ ആ ഒരു ഇത് പോയി പിന്നെ അങ്ങനെ ഉണ്ട്, അതാണ് മറന്നു കേട്ടോ. പക്ഷെ എന്നാലും അതിന് 2 ദിവസം മുന്നേ തലേന്ന് വരെ ഭയങ്കര ഒരു ടെൻഷൻ ഇക്കാരം. എന്താണെന്നറിയില്ല, നമ്മളെ ഓരോ വർഷം ഇങ്ങനെ കഴിഞ്ഞ് പോകില്ല, നമ്മളെ ആയുസ് ഇങ്ങനെ പോകില്ല എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവില്ല. എല്ലാവർക്കും ന്യൂ ഇയർ വരുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ പിന്നൊക്കെ പറയുന്നല്ലാണ്ട് എന്താ എനിക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല, ഒരു ടെൻഷനാണ്. ഇനിയിപ്പോൾ ആ ഒരു വർഷം ഇനി ഉണ്ടാവില്ലല്ലോ, ഇതോടുകൂടി കഴിഞ്ഞല്ലോ എന്നുള്ളതിൽ ഒരു ടെൻഷൻ ഇതേക്കാരം. എന്നെപ്പോലെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടിട്ടാ. കാരണം എനിക്ക് അങ്ങനെയാണ്. എനിക്കൊരു പിന്നെ എൻ്റെ ബർത്ത്ഡേ വരികയാണെങ്കിലും അങ്ങനെ തന്നെ, ഇങ്ങനത്തെ ന്യൂ ഇയർ വരികയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനി മക്കളെ ബർത്ത്ഡേ ഒക്കെ ഒരു 5-6 വയസ്സ് വരെയൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഒരു 10 വയസ്സ് 8 വയസ്സ് 10 വയസ്സ് അങ്ങനെയാണ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഭയങ്കര ടെൻഷനാണ് പഠിച്ചത്. മറ്റേതൊക്കെ നല്ല ഉഷാറായിട്ട് ബർത്ത്ഡേ ഒക്കെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ടെൻഷനായി 10 വയസ്സൊക്കെ അങ്ങോട്ട് ആയപ്പോഴേ മക്കൾ വലുതാവുകയാണല്ലോ എന്നുള്ളൊരു ടെൻഷന്. അതേപോലെ തന്നെ ന്യൂ ഇയറിൻ്റെ കാര്യം ഇങ്ങനെ ഓരോ വർഷം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴും പിന്നെ ഇനിയിപ്പോൾ ആ ഒരു വർഷം ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷനാണ്. ഞാൻ എല്ലാ ന്യൂ ഇയറിനും എങ്ങനെ വെച്ചാൽ 12 മണി വരെ കിടന്നുറങ്ങൂല കേട്ടോ. 1 മണിയൊക്കെ കിടന്നുറങ്ങണമെങ്കിൽ. കാരണം ആ ഒരു വർഷത്തെ യാത്ര ആക്കിയിട്ട് ഞാൻ കിടന്നുറങ്ങുള്ളൂ. ഭയങ്കര ഒരു ഫീലിംഗ് ആയിക്കാരം കേട്ടോ. അത് ഇങ്ങനെ നോക്കിയിരിക്കും. ആ ഒരു പിന്നെ 12 മണി കഴിയുന്നത് നോക്കി അങ്ങനെ ഇരിക്കും. അതൊരു ഭയങ്കര ഫീലിംഗ് ആണ്. ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10-20 വർഷമായിട്ട് ഞാൻ അങ്ങനെയാണ്. ആ ഒരു വർഷത്തെ യാത്ര ആക്കുന്നത് വരെ ഞാൻ അങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കും കേട്ടോ. അപ്പോൾ അധികം ജനാല തുറന്നിട്ടിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കലാണ് പരിപാടി. ഇപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ പോയിക്കാണ്ട് ഇങ്ങനെ നോക്കിയിരുന്ന് ആ ഒരു ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ജനാല തുറന്നിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കാനാണ് പരിപാടി. പക്ഷെ നല്ല പേടിയുണ്ട് കേട്ടോ. ഇപ്പോൾ 12 മണി വരെ ജനാലൊക്കെ തുറന്ന് ഇങ്ങനെ നോക്കിയിരിക്കാൻ. കാരണം ഇപ്പോൾ കള്ളന്മാരെ ശല്യങ്ങളൊക്കെ കൂടുതൽ കുറുവാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പേടിയുണ്ട്. ജനാല പോയിട്ട് കർട്ടൻ തന്നെ പൊക്കാൻ പേടിയാണ്. എന്നാലും ഞാൻ ഇന്ന് പൊക്കിയിട്ട് എൻ്റെ ബാക്കി കാര്യം സിറ്റ് ഔട്ടിലൊക്കെ പോയി ഇരുന്നുകാണ്ട് അവിടെ നോക്കിയിരിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കുള്ളത് യാതൊരു ധൈര്യം എനിക്കില്ല. കൂടെ ആരെങ്കിലുമൊക്കെ വേണം കമ്പനിക്ക്. പക്ഷേ ആരുമില്ല. അപ്പം ഞാൻ ജനാല തുറന്നിട്ടടിച്ച് അധികം ജനാല തുറന്നിട്ട് നോക്കിയിരിക്കലാണ് പറയും. ആരെൻ്റെ കൂടെ അങ്ങനെ ഒഴിഞ്ഞിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ നിൽക്കണ്. മക്കളെ നേരം കിട്ടൂല. പിന്നുള്ളത് ഉമ്മയാണ്. ഉമ്മയൊക്കെ 2 ഉറക്കം ഉറങ്ങിയിരിക്കണ്. അപ്പോൾ വൈകുന്നേരം മരിബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ജനാലകളൊക്കെ അടച്ച് കർട്ടനൊക്കെ താത്തിയിടണതാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പൊക്കിയിട്ടാട്ടെ. 12 മണിയാൻ നല്ല ഒച്ചപ്പാടും ലഹളൊക്കെ കേൾക്കട്ടെ. ചെറിയ രീതിയിൽ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. ചെറിയ രീതിയിൽ നമുക്ക് അങ്ങനെ കേൾക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ കേൾക്കലുണ്ട്. ഇങ്ങനെ ചെറിയതായിട്ട് വെളിച്ചും ഇതൊക്കെ പടക്കം പൊട്ടിക്കുന്ന വെളിച്ചും കാര്യങ്ങളൊക്കെ കാണലുണ്ട് കേട്ടോ. അപ്പം പിന്നെ 2024 യാത്ര അയക്കാനിരിക്കുന്നു. ഇന്നെപ്പോലത്തെ വട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ?
2024 കുറിച്ച് പറയുകയാണെങ്കിൽ 2024 പറഞ്ഞ വർഷം എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത വർഷമായിരുന്നു കേട്ടോ. പിന്നെ ഒരു ദുഃഖവും കാര്യങ്ങളും ഒന്നുമില്ല, നല്ല ഹാപ്പി ആയിട്ടുള്ള വർഷമായിരുന്നു. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല, സന്തോഷമുള്ളൊരു വർഷമായിരുന്നു കേട്ടോ എനിക്ക് 2024. എൻ്റെ ഭാഗം നോക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ള വർഷമായിരുന്നു. പക്ഷേ നമുക്ക് 2024 ഏറ്റവും മറക്കാൻ പറ്റാത്ത വർഷം അതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വയനാട് ദുരന്തം, കുറേ ദുരന്തങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒരുപാട് ദുരന്തങ്ങൾ. ഇപ്പോൾ ലാസ്റ്റ് വെച്ചിട്ട് ഇപ്പോൾ 3-4 പെൺകുട്ടികൾ മരിച്ചത്, അതൊക്കെ നോക്കുമ്പോൾ 2024 പിന്നെ ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു വർഷമാണ്. കുറേ ദുരന്തം ഉള്ള ഒരു വർഷം കൂടിയാണ് അങ്ങനെ നോക്കുമ്പോൾ. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു വർഷമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ദുഃഖ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു. 2024 ഞാൻ 4 മാസത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്ത് പഠിച്ചതും പിന്നെ അതിൽ പഠിച്ച് ഇറങ്ങിയ ഉടനെ തന്നെ ജോലിയിൽ കയറിയതും. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ല. പിന്നെ അനിയത്തിൻ്റെ കല്യാണം, സൽക്കാരം, വിരുന്ന്, അങ്ങനെയെല്ലാം കൂടി ഒക്കെ ആയിട്ട് ഫുൾ വൈബായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം. പിന്നെ ഒരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോള് വലിയ കുട്ടിയായി എന്നുള്ള. പിന്നെ അപ്പോൾ കഴിഞ്ഞ മാസമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷം കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ പബ്ലിക്കായിട്ട് നമ്മൾ ചാനലൊന്നും ഇട്ടിട്ടില്ല. അത് നമ്മൾ സ്വകാര്യമായിട്ട് വെക്കുന്ന കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്മൾ വീഡിയോയിലൊന്നും പറയാതിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറയാം. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ചെറിയതായിട്ട് ബേജാറും കാര്യമൊക്കെ ഉണ്ടെങ്കിലും പിന്നെ വലിയ കുട്ടിയാവാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള, ഒരുപാട് സന്തോഷങ്ങളുള്ളൊരു വർഷമാണ്. എന്നാലും ഒരുപാട് എന്താ പറയുക ദുരന്തങ്ങളുള്ള വർഷം ആണ് 2024. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. 2024 എങ്ങനെയുള്ള വർഷമായിരുന്നു എന്നുള്ളതെന്ന് കമൻ്റായിട്ട് അറിയിക്കുക. എനിക്കറിയില്ല, ഞാൻ ഈ ഒരു വീഡിയോ ഇനി എഡിറ്റ് ചെയ്തെടുത്തിട്ട് വേണം കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ എനിക്കിങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ശരിയായി കിട്ടണില്ല, എന്തൊക്കെ പറഞ്ഞൊരു കൊടുക്കാൻ കിട്ടണില്ല. ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ കട്ട് ചെയ്താണ് നമ്മൾ വീഡിയോസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യാൻ ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ അതാണ് ഞാനിങ്ങനെ നേരിട്ട് വന്നാണ് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത്. എത്രത്തോളം നന്നായിക്കണ് ഇല്ല എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കെന്നാലും ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ ചെയ്യാണ്. ഇപ്പോൾ സമയം എത്രയെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം 11:45. ഇനി 2025 നല്ലൊരു വർഷമായി തീരട്ടെ. ദുഃഖവും കാര്യങ്ങളൊന്നും ഇല്ലാതെ, അസുഖവും കാര്യങ്ങളൊന്നും ഇല്ലാതെ, അപകടങ്ങളൊന്നും ഇല്ലാതെ ആയിട്ടുള്ളൊരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. 2025 ഞാൻ കുറച്ച് പ്ലാനിങ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പ്ലാനിങ് ഒക്കെ നടന്നിട്ടുണ്ട്, കുറേ പ്ലാനിങ് ഒന്നും നടന്നിട്ടില്ല. പിന്നെ ഒരു കാര്യം ഇട്ടാണ്, എനിക്ക് ഒരുപാട് കുഞ്ഞു ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടാ. കേൾക്കണം നിങ്ങൾക്ക് ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കും, അപ്പോൾ അത്ര വലിയ ആഗ്രഹം എന്നൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ചൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ നമ്മൾ ജോലി ചെയ്തിട്ട് നമുക്ക് അതിന് വരുമാനം കിട്ടുന്ന പൈസ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള, ഇഷ്ടപ്പെട്ട ഒരുപാട് സാധനങ്ങൾ, എൻ്റെ കുഞ്ഞു ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ ഏതൊരാളെ സംബന്ധിച്ചും ഉള്ളൊരാഗ്രഹമാണല്ലോ സ്വന്തമായിട്ട് ഒരു ജോലി വാങ്ങിയിട്ട് ആ ഒരു ജോലിയിൽ നിന്ന് കിട്ടിയ പൈസ വെച്ചിട്ട് നമ്മളെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് സാധിച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടാണ് ഈ ഒരു വർഷം. ഒരുപാട് സന്തോഷം. അതുപോലെ മക്കളൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റി, അതും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് പറയാൻ മറന്നുപോയി. ഈ പ്രായത്തിൽ പഠിച്ച്, ചെറിയ പഠിപ്പായാലും വലിയ പഠിപ്പായാലും പഠിച്ച്, പിന്നെ കുറഞ്ഞ ശമ്പളമാണെങ്കിലും ശമ്പളമൊക്കെ കിട്ടി ആ ഒരു പൈസ വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള കാര്യമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ 2024 മറക്കാൻ പറ്റാത്ത എൻ്റെ സന്തോഷങ്ങൾ, കാര്യങ്ങൾ. അതിന് ദുഃഖങ്ങൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. 2024 അങ്ങനെ പിന്നെ അങ്ങനെ എന്താ പറയുക സങ്കടപ്പെട്ടിരിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. അപ്പോൾ സങ്കടപ്പെട്ട് ആകെ ടെൻഷനായിരുന്നത് നമ്മളെ വയനാട് ദുരന്തം, കുറച്ച് ദുരന്തങ്ങളൊക്കെ കഴിഞ്ഞല്ല, അതായിരുന്നു. അതല്ലാതെ നമുക്ക് പേഴ്സണലായിട്ട് ഉള്ള സങ്കടവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു വർഷമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ 2024 എൻ്റെ വിശേഷവും കാര്യങ്ങളും. പിന്നെ 2024, 2023, 2022 എൻ്റെ ഒരു ആഗ്രഹം നടക്കാത്ത യൂട്യൂബ് ചാനലിൻ്റെ കാര്യമാണ് കേട്ടോ. അതും കണ്ട് ഞാൻ വിചാരിച്ച പോലെ നമ്മൾ 2021, 2022 യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇതുവരെയായിട്ടും ഒന്നും ആയിട്ടില്ല. അപ്പോൾ എനിക്ക് 2025 ചാനലൊന്ന് മെച്ചപ്പെട്ട് കാണാൻ നല്ല ആഗ്രഹം, ഓവറായിട്ടില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഒന്ന് മെച്ചപ്പെട്ട് കാണാൻ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കേണ്ടത് 2025 മര്യാദക്ക് വീഡിയോ ഇടണം, ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചാൽ വീഡിയോസൊക്കെ ഇടൽ കുറവായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പഠിക്കാൻ പോയതിൽ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു, എപ്പോഴെങ്കിലും വീഡിയോ ഇട്ടുള്ളായിരുന്നു. അതുപോലെ വർക്കിന് പോയ സമയത്ത് വീഡിയോ ഇടൽ വളരെ കുറവായിരുന്നു. ആഴ്ചയിൽ ഒരു മാസം കൂടുമ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ആഗ്രഹമുണ്ട് 2025 എൻ്റെ ചാനലൊന്ന് സക്സസ് ആയി കിട്ടി കാണാനും. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഡെയിലി വീഡിയോ ഇടാനൊക്കെ വിചാരിച്ചിട്ടുണ്ട്, നടക്കോ ഇല്ലെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ 2025 ഞങ്ങൾ പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല, ഒരു പ്ലാനിങ് ഇല്ലാത്ത വർഷമാണ്. ഇനിയിപ്പോൾ 2025 എന്ന് പറഞ്ഞത് അങ്ങനെയാണ് പിന്നെ പ്രാവശ്യം വിചാരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. നമ്മൾ കുറേ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ നടക്കാതെ വരുമ്പോൾ ഭയങ്കര നിരാശയിലേക്കാരും. അപ്പോൾ എനിക്കിപ്പോൾ ചെറുതായിട്ടുള്ളൊരു പൂതി പറഞ്ഞാൽ എൻ്റെ ചാനൽ 2025 ഒരു സക്സസ്സിൽ എത്തിക്കിട്ടണം എന്നുള്ളൊരു ഒരു പൂതി ഉണ്ട് കേട്ടോ മനസ്സിൽ. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ചാലും നടക്കും, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി എല്ലാവരും. അപ്പോൾ 2025 ചാനലൊക്കെ ഒന്ന് മെച്ചപ്പെട്ട് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നെങ്കിലേ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് വീഡിയോക്ക് ലൈക്ക് തീരെ ഇല്ല കേട്ടോ. ഞാനിങ്ങനെ കിഞ്ചി പറയുമ്പോൾ നമുക്ക് ലൈക്ക് കുറച്ച് കിട്ടും, തീരല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ലൈക്കും കാര്യങ്ങളൊന്നും കമൻ്റ് ഒന്നും ഇല്ല. എല്ലാവരും വീഡിയോ കണ്ടു പോകും. ഒരു 500 ആൾക്കാരുണ്ടെങ്കിലും 20
ലേക്കൊക്കെ കിട്ടിയെങ്കിൽ ആയി. അപ്പം അങ്ങനെ ഒന്നായാൽ നമ്മുടെ ചാനലും പിന്നെ എന്താ പറയുക റീച്ചും കാര്യങ്ങളൊക്കെ കുറവേക്കാരം. പിന്നെ അതുപോലെ യൂട്യൂബ് റെക്കമെൻഡായിട്ട് വിടലും കാര്യങ്ങളൊക്കെ കുറവേക്കാരം കേട്ടോ. പിന്നെ ലേക്കും കാര്യങ്ങളൊക്കെ കുറവാകുമ്പോൾ അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്തിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ പോതിട്ട് ഈ 2025 പിന്നെ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം ഞാൻ 2021 ഞാൻ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. 21, 22, 23, 24 ഈ ഫെബ്രുവരി വന്നാൽ 4 വർഷമായിട്ട് ചാനൽ തുടങ്ങിയിട്ട്. ഈ ഫെബ്രുവരി വന്നാൽ എന്താ പറയുക മനസ്സൊക്കെ ഒരു 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 ഇങ്ങനെ ഒരു ഇതിൽ കൂടി ഇങ്ങനെ ഒരു എന്താ പറയുക പള്ളേക്കാളി എന്നൊക്കെ പറയില്ലേ, ഒരു എന്താ പറയുക നമ്മൾ എക്സാമൊക്കെ എഴുതി റിസൾട്ട് കാത്തു നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടെൻഷനും ഇതൊക്കെ ചെറുതായിട്ടൊരു പള്ളേക്കാളിലൊക്കെ എന്നാ പോലത്തെ ഒരു പള്ളേക്കാളിച്ച ഉണ്ടാവും. ഇങ്ങനെ ഓരോ വർഷം ഇങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ അത് കാണൂലല്ലോ, ഇനി ആ ഒരു വർഷം ഇനി കിട്ടൂലല്ലോ ഒക്കെ അറിയിക്കുമ്പോൾ ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ നാളെ മനസ്സൊക്കെ ഒരു നീറ്റലാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്താ ഒച്ചപ്പാട് കിട്ടും അങ്ങനെ നേരിട്ട് സംസാരിക്കല്ലേ. എൻ്റെ കയ്യിലാണെങ്കിൽ മൈക്കില്ല, അപ്പോൾ വോയിസ് കറക്റ്റായി കേൾക്കില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഫാൻ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോള് കുറേ നേരം അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് കൂതൊക്കെ കടിക്കുന്നുണ്ടാവും ഇക്കാരം. അവൾ വേർത്തൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഫാൻ ഇട്ട് കൊടുത്താട്ടെ. ഞാൻ കൃത്യം 12 മണിക്ക് ക്യാമറ ഓൺ ആക്കുള്ളൂ. കാരണം ഓൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നുണ്ട് കേട്ടോ. ആൾക്ക് പിന്നെ നല്ല ചൂട് എടുക്കുന്നത് തോന്നുന്നു. ഫാൻ ഓഫ് ആക്കി 12 മണി ആവണ്. 12 മണി ആവണ്. 11:50 മണി. 12 മണി 2024 പോയി. ടാറ്റാ. അതാ പൊട്ടി വെക്കണ്. പൊട്ടി. അത് പൊട്ടിട്ടാ 2024 അങ്ങനെ പോയി മക്കളെ. 12 മണി കറക്റ്റിന് പടക്കം പോയിട്ടുണ്ട്. വീഡിയോയിൽ കാണിച്ചു തരാൻ വയ്യ. പുറത്തേക്ക് ഇറങ്ങിയാലൊക്കെ കാണാൻ പറ്റും.